ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ZZ പ്ലാന്റ് അല്ലെങ്കിൽ ഇസഡ് പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഒരു ചെടിയെക്കുറിച്ചാണ്. കൂട്ടുകാർ പലരും കണ്ടു കാണും. ഇത് പല ഓഫീസുകളിലും വീടുകളിലും ഒക്കെ വെക്കുന്ന നല്ലൊരു ചെടിയാണ് ഈ ZZ പ്ലാന്റ്. ഇതിൻ്റെ ഇലകളും അതിൻ്റെ തണ്ടുകളും അടിയനത്തിൻ്റെ ചുവട് ഭാഗം പോലെ ഉരുണ്ട് വരുന്ന ചെടിയാണ് ഈ ZZ പ്ലാന്റ് എന്ന് പറയുന്നത്. വളരെ മനോഹരമായ ഇലകളാണ് ഇതിനുള്ളത്, നല്ല പച്ച നിറമുള്ള ഇലകൾ. അപ്പോൾ ഇത് നമ്മുടെ വീടുകളുടെ ഇൻഡോറിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ ഉപയോഗമുള്ള ഒരു ചെടിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം നാസയുടെ ഒരു പഠനത്തിൽ നിന്നും പറയുന്നത് ഇത് ഒരു എയർ പ്യൂരിഫയർ ആണ് എന്നാണ്. നാസയുടെ ഒരു പഠനത്തിൽ സിലിൻ, ടോലുയിൻ, ബെൻസിൻ തുടങ്ങിയ വിഷവസ്തുക്കളെ വായുവിൽ നിന്ന് നീക്കം ചെയ്യുന്നതിൽ വിദഗ്ധമായ കഴിവുള്ള ഒരു ചെടിയാണ് ഈ ZZ പ്ലാന്റ് എന്ന് പറയപ്പെടുന്നത്. ഇത് കൂട്ടത്തോടെ വളരും. ഇത് ചുവട് മുറിച്ച് വെച്ച് നമുക്ക് ഇത് പ്രൊപ്പഗേഷൻ ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ചെടികൾ ഉണ്ടാക്കി എടുക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ്. നമ്മളിത് പുറത്തു നിന്നും നഴ്സറിയിൽ നിന്നും വാങ്ങുമ്പോൾ ഏകദേശം ഒരു ചെറിയ തൈക്ക് ഒരു 100 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കിത് എങ്ങനെ കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ഇത് കുറച്ച് ഇലകളുണ്ടെങ്കിൽ നമുക്കിത് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ചെടി കൂടിയാണ് ഈ ZZ പ്ലാന്റ്. അപ്പോൾ ഈ ചെടിയുടെ ഇലകൾ നമുക്ക് സുഹൃത്തുക്കളുടെ വീടുകളിൽ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ 2-3 ഇലകൾ കൊണ്ടുവന്ന് വെച്ചാൽ പോലും നമുക്ക് പുതിയ തൈകളാക്കി മാറ്റുവാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇലകൾ നുള്ളി എടുത്തതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് വേണ്ടത്. ശുദ്ധമായ വെള്ളത്തിൽ ഇട്ട് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇട്ട് വെച്ചിരുന്നാൽ ഇത് ഏകദേശം ഒരാഴ്ച ഞാൻ ഇട്ട് വെച്ചതിന് ശേഷം ഉള്ള അതിൻ്റെ ചുവട് ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ചെറിയ ഒരു ബോളിൻ്റെ ആകൃതി ചെറുതായിട്ട് വന്നിട്ടുണ്ട്, ബഡ്ജ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ ഇത് വേര് ഇറങ്ങുന്നതാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ വെയിൽ വേണ്ടാത്ത ഷെയ്ഡത്ത് നിൽക്കുന്ന ഒരു ചെടി കൂടിയാണ് ഈ ZZ പ്ലാന്റ്. വെയിൽ കൂടിപ്പോയാലും വെള്ളം കൂടിപ്പോയാലും ഇത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിന്റെ വേരുകളും അതുപോലെ ഇതിന്റെ ചുവട് ഭാഗം ഒരു ബോളിന്റെ ആകൃതിയിലാണ് വരുന്നത്. അപ്പോൾ അത് ഈ വെള്ളത്തിനെ ശേഖരിച്ച് വെക്കാൻ കഴിവുള്ള ഒരു ചെടി കൂടിയാണിത്. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഇപ്പോൾ വേരൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം കുറച്ച് ആഴ്ചകളായതേ ഉള്ളൂ. 2-3 ആഴ്ചകൾക്ക് ശേഷമുള്ള ഒരു വളർച്ചയാണ് ഈ കാണുന്നത്. ഇനി കുറച്ച് നാൾ കൂടി വെച്ചിരുന്നാൽ ഇതിൻ്റെ ചുവട് ഭാഗം ഒരു ബോൾ പോലെ ആയി മാറുന്നതാണ്. ഞാൻ അത്രയും വയ്ക്കുന്നില്ല. ഇത് ഞാനിപ്പോൾ വേറെ ചെറിയ ചെടിച്ചട്ടികളിലോട്ട് മാറ്റുവാൻ പോവുകയാണ്. ഇതുപോലെ ചെറിയ ഒരു ഉരുണ്ട ഭാഗമായിട്ട് മാറും. അതിനുശേഷമാണ് ഇതിൽ നിന്നും തൈകൾ ഉണ്ടാകുക, പൊട്ടി തൈകൾ ഉണ്ടാകുക. ഇപ്പോൾ ഏകദേശം 1 മാസം ആയതിനു ശേഷമുള്ള ഒരു പ്ലാന്റാണിത്. ഇതിൽ നിന്നും ഇനി ആ ബോളായി മാറിയ അതിൻ്റെ ഭാഗത്തു നിന്നാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. കൂടുതൽ വെള്ളം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മണ്ണ് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക. 2-3 ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും ഒരു കുഴപ്പവുമില്ലാതെ വളരുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഞാൻ ഇതിൽ പെർലൈറ്റ്, ചാണകപ്പൊടി, മണ്ണ്, ചകിരിച്ചോർ കമ്പോസ്റ്റ് തുടങ്ങിയ എല്ലാം നിറച്ചതിന് ശേഷമാണ് ഞാൻ ഇതിൽ ചെറിയ ചട്ടിയിൽ നടുകയാണ് ഈ ചെടി. ചെടിയെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ അതിൻ്റെ ഇലകൾ നടുകയാണ്. ഏകദേശം ഒരു 2-3 മാസമൊക്കെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ തൈകൾ ഉണ്ടാകുന്നതാണ്. പിന്നെ ഇതിൻ്റെ വളം എന്ന് പറയുന്നത് മാർച്ച് ഏപ്രിൽ മാസത്തിൽ കുറച്ച് ജൈവവളം മാത്രം കൊടുത്താൽ മതിയാകും. കൂടുതൽ വളങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിനെ ആക്രമിക്കുന്ന കീടങ്ങളും കുറവാണ്. അങ്ങനെ ഒരു അസുഖമൊന്നും ഉള്ളതായിട്ട് ഇതുവരെ അറിയില്ല.
പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചെടിയിൽ വെള്ളം കൂടിപ്പോയാൽ ഇതിന്റെ ഇലകൾ മഞ്ഞളിച്ച് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ചുവടുഭാഗം നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിന്റെ അടിഭാഗം നശിച്ചു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് വെള്ളത്തിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ചെടി കൂടിയാണ് ഈ ZZ പ്ലാന്റ് എന്ന് പറയുന്ന ഈ ചെടി. ഇതിന് പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ZZ പ്ലാന്റ് എല്ലാം നട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം എത്ര നാൾ വേണം എന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം സുഹൃത്തുക്കൾ, കൂടുതൽ പൈസ ചെലവാക്കി വാങ്ങാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിതിൽ പറയുന്നത്. കാരണം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ തൈകളൊക്കെ വാങ്ങി വയ്ക്കാം. ഇല്ലാത്തവർ ഇതുപോലെ പൈസ ഉള്ളവരായിരുന്നാലും ഇല്ലാത്തവരായിരുന്നാലും ഇതുപോലെയൊക്കെയുള്ള ചില പരീക്ഷണങ്ങൾ കൂടി നടത്തി നോക്കുക. നല്ല റിസൾട്ട് ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതിന്റെ തണ്ട് മുറിച്ച് വെച്ചും നമുക്ക് വെള്ളത്തിൽ വേര് പിടിപ്പിച്ചെടുക്കാം. നമുക്ക് ഇതുപോലെ വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കണമെന്നില്ല. നേരിട്ട് വേണമെങ്കിലും മണലിൽ നമുക്ക് ഇത് നട്ടുവെക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് പ്രൊപ്പഗേഷൻ ഇത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോഴാണ് വേരുകൾ നന്നായി വരുന്നത്. നമുക്ക് കാണാനും കഴിയുമല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ. വെള്ളത്തിലാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. മണ്ണിലാണെങ്കിൽ ഇത് അഴുകി പോവുകയും മറ്റു ചെയ്യാൻ അറിയാനും പറ്റുകയില്ല. മറ്റേ വെള്ളത്തിലാകുമ്പോൾ നമുക്ക് വേര് വരുന്നത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് വെള്ളത്തിൽ പ്രൊപ്പഗേഷൻ ചെയ്യാൻ ഞാൻ പറഞ്ഞത്. അതുപോലെ കൂട്ടുകാർക്ക് ഇത് കിട്ടുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു പരീക്ഷണം എന്ന നിലയിലെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക. പരീക്ഷണമല്ല, ഇത് നല്ല രീതിയിൽ വളരും. ഇപ്പോൾ കണ്ടാൽ മനസ്സിലാകും. 1-2 മാസങ്ങൾക്ക് ശേഷം ഉള്ള ഒരു കാഴ്ചയാണ്. ഞാൻ ഇത് വേറെ എന്തെങ്കിലും നട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് നട്ട് ഇതുപോലെ ചെറിയ തൈകളാക്കി മാറ്റുവാൻ സാധിക്കും. ഇതിൽ നിന്നും കുറച്ചുകൂടി വലിപ്പമുള്ള തൈകൾ നഴ്സറിയിൽ നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം. ഏകദേശം 100 രൂപയൊക്കെയാണ് ചോദിക്കുന്നത് ഈ ZZ പ്ലാന്റിന്. അപ്പോൾ ഇതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകും എന്തുമാത്രം വിലയുള്ള ചെടിയാണെന്ന്. കൂടാതെ നമ്മുടെ ബെഡ്റൂമിലൊക്കെ വെക്കാൻ പറ്റിയ ചെടിയാണ്. കാരണം ഇതിന് ഓക്സിജൻ കണ്ടന്റ് പുറത്തു വിടുന്നത് കൊണ്ട് അങ്ങനെ ബെഡ്റൂമിൽ വെക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ഈ ZZ പ്ലാന്റ്. അതുപോലെ നമ്മുടെ എല്ലാ റൂമുകളിലും നമുക്ക് ഹാളിലോ അങ്ങനെ ഇൻഡോർ ആയിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ചെടി കൂടിയാണ് ഈ ചെടി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. കൂട്ടുകാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളുമായി ഇനി ഞാൻ വരുന്നതാണ്. നന്ദി. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.